ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും പവിത്രം സീരിയലിന്റെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞാൻ പവിത്രത്തിന്റെ ഒറിജിനൽ വേർഷന്റെ റീമേക്ക് ആയിട്ടുള്ള ഭാഗത്തിലെ കൂടി ഒരു കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സീരിയലിലെ റീമേക്ക് ഭാഗങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വാസവൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മുടെ അച്ഛനെയും അമ്മേനെയും അവിടെ നിന്ന് റിലീസ് ചെയ്യാണ്. എന്നിട്ട് എസ്ഐനോട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ ആരോടുള്ള കൂറിനെയാണ് നിങ്ങൾ ഇവരെ പിടിച്ചു വെച്ചതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾക്ക് ആ കൂറും കാര്യങ്ങളൊക്കെ മനസ്സിൽ തന്നെ മതി. ഞാൻ എന്റെ മോനെ വേണ്ടിയിട്ട് വിക്രത്തിനെതിരെ കൊടുത്ത പരാതി ഉണ്ടല്ലോ, അതങ്ങ് പിൻവലിച്ചു. ഇനി എന്റെ പേരിലോ എന്റെ മോന്റെ പേരിലോ വിക്രത്തിന്റെ വിക്രത്തിനെതിരെയോ ഒരു ചെറു വിരൽ പോലും നിങ്ങൾ അനക്കരുത് എന്ന് പറയാണ് എസ് എ. ശരി സർ എന്ന് പറയുന്നുണ്ട്. ശേഷം വാസവൻ ഉടനെ ഇറങ്ങി പോവുകയാണ്. എസ് എ ആണെങ്കിൽ നാണം കേട്ട് അപ്പൊ തന്നെ വേഗം അകത്തേക്ക് കയറി ശ്രീനെ വിളിക്കാണ്. ഹലോ, എന്തായാലോ ആ കിളവിനെയും പിടിച്ച് ജയിലിലേക്ക് ആക്കിയോ എന്ന് ശ്രീ ചോദിക്കുമ്പോ, ഇല്ല സർ, ഒന്നും നടന്നില്ല. നടന്നില്ലെന്നോ? താൻ അറസ്റ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞത്? ആ കിളവിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണെന്നും എന്തൊക്കെയോ പറയിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ആ കിളവി എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. സർ, അതിനു മുമ്പേ ആ വാസവനോട് എത്തി. അയാൾ എന്തിനാണ് അവിടെ എത്തിയത്? ഒന്നും പറയണ്ട. അയാളുടെ മോനെതിരെ ഉള്ള കേസിനെയാണ് അവരെ പിടിച്ചെന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത്. അതെ, അയാൾ വന്നിട്ട് കേസ് പിൻവലിച്ചെന്നോ? അതെ. എന്താന്ന് എനിക്ക് അറിയില്ല സർ. പിൻവലിക്കുകയും ചെയ്ത് അവരിവിടുന്ന് റിലീസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യണം? നല്ലൊരു അവസരമാണ് പോയി കിട്ടിയത്. അതെ സാറേ, ഇനി അയാളുടെ മോന്റെ പേരിലോ അയാളുടെ പേരോ പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്തെന്നും അവരതിന്റെ പേരിൽ ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ കുറ്റപ്പെടുത്തരുന്നൊക്കെ പറഞ്ഞിട്ടും കൂടി ഉപദേശം കൂടി തന്നിട്ട് അയാൾ ഇവിടുന്ന് പോയത്. ഓഹോ, വാസവൻ അപ്പൊ അവിടം വരെ എത്തിയല്ലേ? അതെ സാറേ, ശരി സാറേ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ് എസ് എ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാസവൻ നേരെ മാഷിന്റെയും അതുപോലെ തന്നെ കമലാമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പറയുന്നുണ്ട്, എന്റെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നോ? ഒരിക്കലും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കേസ് പിൻവലിക്കാൻ വേണ്ടി തന്നെയാണ് നിന്നത്. പിന്നെ കുറച്ച് അത്യാവശ്യങ്ങളായോണ്ട് എനിക്ക് ഇവിടെ വരെ വന്ന് കേസ് പിൻവലിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ കേസ് പിൻവലിച്ചിട്ടുണ്ട്. ഇനി എന്റെ പേരും എന്റെ മോന്റെ പേരും പറഞ്ഞ ഒരിക്കലും നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല. പിന്നെ വിക്രത്തിന്റെ സത്യസന്ധത എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എല്ലാം എന്നോട് ദീപ്തി മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഷിനോടും കുടുംബത്തോടും ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത്. എന്നോട് ക്ഷമിക്കാൻ പാടില്ലാത്ത തെറ്റാ ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു മോൻ നഷ്ടപ്പെട്ട അച്ഛന്റെ മാനസികാവസ്ഥ ചെയ്തു പോയതാണ്. മാഷി പറയുന്നുണ്ട്, സാരില്ല, എന്തായാലും നിങ്ങൾ എന്റെ കമലെ രക്ഷിച്ചല്ലോ. അവര് മൂന്നാം മുറ ഇറക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നത്. അതുകൊണ്ട് എന്റെ കമല രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് ഉപകാരം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം സാറേ. എന്തായാലും നിങ്ങളുടെ മോൻ വിക്രം സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവന് ഒന്നും സംഭവിക്കില്ല, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അത് മാത്രല്ല, ഇനി ഇതിന്റെ പേരിൽ പോലീസുകാരോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. വളരെ ഉപകാരം എന്ന് കമല പറയാണ്. ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട, ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ടാ വന്നത്, തിരിച്ചങ്ങനെ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് മാഷ് കമലനെയും കൂട്ടിക്കൊണ്ട് പോകുവാട്ടോ. അതിനുശേഷം ദീപ്തിനെ വാസവൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ചേട്ടനുണ്ടല്ലോ ശ്രീ, അവൻ ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കണം. അവൻ കുറച്ചൊന്നല്ല നെളിയണത്. എന്തായാലും ഇതിന്റെ വാശിപ്പുറത്ത് മാഷിനെയും അതുപോലെ തന്നെ വിക്രത്തിന്റെ അമ്മേനെയും അയാളെ എന്തെങ്കിലും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തുണ്ടെങ്കിലും മോൾ എന്നെ വിവരം അപ്പൊ തന്നെ അറിയിക്കണം. ഞാൻ എന്താ ചെയ്തോളാം എന്ന് വാസവൻ പറയാണ്. ശരി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ദീപ്തി ഫോം വെക്കുന്നുണ്ട്. അവര് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ശ്രീജ ചോദിക്കണ്ട്, അമ്മേനെ അവര് വിട്ടോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഒരു കുഴപ്പമില്ല മോളെ. ആ വാസവൻ വന്നിരുന്നു. വാസവനോ? അയാളല്ലേ കംപ്ലൈന്റ് കൊടുത്തത്? അല്ല, അയാള് കംപ്ലൈന്റ് കൊടുത്തു പറഞ്ഞിട്ട് എസ് ഐ ആർക്ക് വേണ്ട ചെയ്തെന്ന് മോൾക്ക് ഇത് ആലോചിക്കാലോ എന്ന് മാഷ് പറയണ്ട്. ഓ, അപ്പോ വാസവൻ നേർവഴിക്ക് ചിന്തിക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കാണ്. അങ്ങനത്തെ ഒരു ബോധോദയം ആൾക്ക് ഉണ്ടായെന്ന് തോന്നുന്നു എന്ന് മാഷും പറയുന്നുണ്ട്. ശേഷം സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ മാഷിനും കമലാമ്മക്കെതിരെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ തടയാൻ വേണ്ടി, അതായത് നാട്ടിലെ കാര്യം നോക്കാൻ വേണ്ടി ഇനി വാസവനുണ്ട്. വിക്രം വേദയുടെയും അതുപോലെ വേദയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, അവിടുത്തെ കാര്യങ്ങൾ മാത്രം. പക്ഷെ പോലീസ് മണം പിടിച്ച് അവിടേക്ക് എത്തുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ അതിന് ഉള്ളിൽ തന്നെ കുറച്ച് ദിവസം ഉണ്ടല്ലോ, ആ ദിവസം നമ്മുടെ വേദയും വിക്രം ശരിക്കും അടിച്ചു പൊളിക്കാണ്. ഒരു ഭാര്യ ഭർത്താവിനെ പോലെ ആ ഒരു ചെറിയ വീട്ടിൽ അവർ കഴിഞ്ഞു കൂടാണ്. അവർ ഭയങ്കര സന്തോഷത്തിലാണ് അവരവിടെ കഴിയണം കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത്. ഇതിന്റെ റീമേക്കിൽ നല്ലൊരു ഭാഗം കേട്ടോ. അതിനെ അടുത്ത റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും. ഒരു ചെറിയൊരു വലിയ ഭാഗമാണ്, നല്ല സൂപ്പർ ഭാഗമാണ്. അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.